ഇപ്പൊ ഹലാൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അജണ്ടയുണ്ട്. ഇപ്പൊ ചിലർ ഈ പറയുന്നു ഹലാൽ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ആവശ്യകതയുണ്ടോ? അത് ഒരിക്കലും ആവശ്യകതയില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് ബീഫ് ഇപ്പൊ നമുക്ക് എന്നാ ഈ ഹലാലൊക്കെ ഇവിടെ വന്നത്? ഹലാൽ അടുത്ത കാലത്താണ് വന്നിട്ടുള്ളത്. അത് ഒരു 2-3 വർഷമേ ആയിട്ടുള്ളൂ. ഹലാൽ പോലുള്ള ബ്രാൻഡിങ് വന്നിട്ട് 2-3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്റെ അറിവ് ഒരു 5-6-7 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അത് ഉറപ്പുണ്ട്. 5-6-7 വർഷം മാത്രമേ, ഒരു 10 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഹലാൽ ഒന്നും. ഇത് ഇന്നൊരു 2-3 വർഷം കൊണ്ടാണ് അത് വ്യാപിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, വ്യാപിച്ചിട്ടുള്ളത്. 1992 ശേഷം ഈ ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു കേരളത്തിൽ ഈ ഹിജാബും ഈ പർദ്ദയൊക്കെ സജീവമായത്. അതിനു മുന്നേ അതൊന്നും ഒരു തരത്തിലുള്ള മലബാറിലെ വേഷം വേറെ ഒന്നായിരുന്നു. നല്ല രസമായിരുന്നു, മാപ്പിളക്കളകളിലെല്ലാം കണ്ടു. പക്ഷെ ഇപ്പൊ അതെല്ലാം ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ വേഷം ഇട്ടത് കൊണ്ട് എന്ത് പ്രതിഷേധമാണോ അതോ മതപരമായ സിമ്പലാണോ? ഇത് മതപരമായിട്ടുള്ള ഒരു സംഘടിക്കലാണോ എന്ന് സംശയമുണ്ട്. അത് മതപരമായിട്ടുള്ള ഒരു അല്ല, ഈ റാഡിക്കലൈസേഷൻ ഞാൻ ചോദിക്കുന്നതല്ല, പർദ്ദ ഇട്ടാൽ ഒരു സംഘടിതമാവുമോ? നമുക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ നമ്മുടെ സമൂഹത്തിൽ. അത് മുസ്ലിമാണെന്ന് തിരിച്ചറിയാൻ കഴിയുമല്ലോ, എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. അതൊരു റാഡിക്കലൈസേഷനിലേക്ക് വരുമല്ലോ നമ്മൾ സിനിമയിലേക്ക്. അതുകൊണ്ട് ഈ പറയുന്ന സംഘപരിവാറിന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാവും? അതിപ്പോ ഒരാള് എന്റെ മുമ്പിൽ പർദ്ദ ഇട്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അർജുന്റെ മുമ്പിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ നാളെ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ഈ പർദ്ദ ഇട്ട് വന്നിരിക്കുമ്പോൾ ബോലോ തക്ബീർ വിളിച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ മറുഭാഗത്തുനിന്ന് ജയ് ശ്രീരാം വിളി ഉണ്ടാവില്ലേ? അതാണ് അതിന്റെ പിന്നിൽ. പിന്നിൽ. അത് ബിജെപിയുടെ വളർച്ചയ്ക്ക് കാരണമാവില്ലേ? അപ്പൊ അതിന് ആക്കം കൂട്ടിയതിന്റെ കാരണക്കാർ ഇവരും കൂടെ തന്നെയാണ്. ഇവരും ഒരു കാരണമാണ്. തീവ്ര മുസ്ലിം ചിന്താഗതിക്കാരാണോ ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നത്? അത് എനിക്ക് തോന്നുന്നില്ല. ഒരു വിഭാഗം തീവ്രമായിട്ട് വിശ്വസിക്കുന്നവര് അതിന്റെ ബദലായിട്ട് ഈ പറയുന്ന അപ്പൊ എന്ത് തീവ്രമാകുമ്പോഴാണ് അവിടെ ഈ അക്രമവും അത്തരത്തിലുള്ള പ്രവർത്തനം എല്ലാം ഉണ്ടാകും. നമ്മൾ സിനിമയിലേക്ക് തന്നെ കടന്നു എന്ത് തീവ്രമാകുമ്പോൾ അപ്പൊ സിനിമകളും അതുപോലെ ആക്കിയെടുക്കുകയാണോ ചെയ്യുന്നത്? സിനിമകളും അതുപോലെ തന്നെ ആക്കിയെടുക്കുകയാണ്. നമ്മളിപ്പോ ഏറ്റവും ഒടുവിൽ ചാവ, കാശ്മീർ ഫയൽസ്, എല്ലാ സിനിമകളിലും നമ്മൾ പിന്നെ ഛത്രപതി ശിവജി, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ബിരിയാണി, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ അൻവർ, അതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തെ തീവ്രവാദികളായി മുദ്രകുത്തുന്നു,